रना रना ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞു, അടുത്ത വിഷു ആവാറായിരുന്നല്ലേ. അപ്പോഴാണ് ഞാൻ ഹാപ്പി വിഷു ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്ഷീണത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. വിഷുവിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ഷീണമൊക്കെ മാറി ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിച്ചില്ലേ? ഞങ്ങൾ എന്തായാലും നന്നായിട്ട് അടിച്ചു പൊളിച്ച് തന്നെ വിഷു ആഘോഷിച്ചിട്ടോ. അപ്പോൾ ഞങ്ങളുടെ വിഷു എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇവർക്ക് ഞങ്ങൾ പണി കൊടുത്തേക്കാണ്. നമ്മുടെ അച്ചിങ്ങയില്ലേ, നാടൻ അച്ചിങ്ങ നന്നാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വിഷുവിന് ഇവിടെ നോൺ വെജ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓണത്തിന് വെജും വിഷുവിന് നോൺ വെജും ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ചിലർ വിഷുവിന് വെജ് തന്നെയായിരിക്കും. ഞങ്ങളുടെ ഇവിടങ്ങളിൽ എല്ലാവരും നോൺ വെജ് ആണ് കേട്ടോ വിഷുവിന്. പിന്നെ അമ്മ അവിടെ വിഷുവിന് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം ഇല്ലാതെ എന്ത് വിഷു എന്നല്ലേ. അപ്പോൾ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഉണ്ണിയപ്പം കോരി ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ഉണ്ണിയപ്പം അങ്ങോട്ട് കോരി എടുത്തിട്ട് വേറൊരു ചീനച്ചട്ടി ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ബാക്കി ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയും. മത്താപ്പൂവും പറയും മേശാപ്പൂവും പറയും. ഇന്ന് കമ്പിത്തിരി പിന്നെ കുറച്ച് 2-3 കമ്പിത്തിരി. ഇതെന്താ ചിക്ക് ബുക്ക്. ഇതെന്തത് പടക്കം. ഇത് കമ്പിത്തിരി ഒന്നും കൂടി. പിന്നെ ഇതെന്താന്ന് അറിഞ്ഞൂടെ, പേരറിഞ്ഞൂടാ. പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 2 ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനെ കത്തിക്കണ ഒരു സാധനം, മത്താപ്പൂ പോലെ. പിന്നെ 2 ഹെലികോപ്റ്റർ എന്നാണ് എന്റെ പേര്. ഈ തവണ പൊട്ടിച്ചിട്ടുണ്ട്. മേശാപ്പൂ. കൊറേ ഉണ്ട്. അങ്ങനെ അക്കൂന് പടക്കവും കമ്പിത്തിരിയും പൂക്കുറ്റിയും ഒക്കെ കിട്ടിയതിന്റെ സന്തോഷത്തില് അച്ചിങ്ങയും കായൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ പിന്നെ പടക്കത്തിന് പിന്നാലെ പോയിട്ടോ. അപ്പൊ നമ്മള് ഇഞ്ചിക്കറി വെക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ഇഞ്ചിക്കറിയും മീൻകറിയും വെച്ചു. പിന്നെ അങ്കമാലി മങ്ങക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അതും തലേന്ന് തന്നെ വച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിക്കറി എങ്ങനെ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നൈസാക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കും. എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കും. അതിനുശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. തീരെ പൊടിച്ച് കളയരുത്. മിക്സിയിൽ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. പിന്നെ നമ്മളിത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. പിന്നെ ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട്, വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്താണ്, നമ്മുടെ വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. അങ്ങനെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. വാളംപുളി ഇതാ നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ കൃത്യം കണക്കൊന്നും പറയുന്നില്ല. അപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇതാ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി. അപ്പോൾ ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഈ ഒരു ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായം പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമ്മുടെ മധുരത്തിനനുസരിച്ച് ഞാൻ 3 ടേബിൾ സ്പൂണോളം ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ ഫസ്റ്റ് കറി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി എന്നും ഇഞ്ചിമ്പുളി എന്നൊക്കെ പറയും. ഞാൻ ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി വയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവരുന്നുണ്ടാവില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കറിയിലേക്ക് പോവാം. മീൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മീൻ ഒന്ന് നന്നായിട്ട് വറ്റിച്ച് എടുത്ത് വയ്ക്കണം. അപ്പോഴേക്കും നാളത്തേക്ക് നല്ല സെറ്റായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ടു. പിന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതാ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടിക്കും മല്ലിപ്പൊടിക്കും മുളക് പൊടിയേക്കാൾ വേവ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളത് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാമുള്ളൂ. അപ്പോൾ ഞാൻ എന്താ എരിവുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ പച്ചമുളക് നല്ല എരിവുള്ളതാണ്. അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളകോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഒരു 2-3-4 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തു. കാരണം പ്രത്യേകിച്ച് കണക്കൊന്നും ഉണ്ടായില്ല. ഏറ്റവും അവസാനം അതിൽ കുറച്ച് പൊടിയും കൂടി ഉണ്ടായിരുന്നു. അതുകൂടി അതിലേക്ക് തട്ടിയിട്ട് കൊടുത്തു. മൊത്തത്തിൽ ഒരു 4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കാം. അങ്ങനെ മുളക് പൊടി നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു. നേരത്തെ നമ്മൾ ഉള്ളി വഴന്ന് കിട്ടാനായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് മീനിനും കൂടെയുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. നേരത്തെ പറഞ്ഞൊന്നും ഞാൻ ഓർക്കുന്നില്ല. നെയ്മീൻ ചെറിയ പീസുകളാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പത്തേ നമ്മുടെ മീൻകറി ഇവിടെ നല്ല വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയാവാണ് ചോറെടുത്ത് തിന്നാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്കമാലിമാങ്ങ കറിയും ഇഞ്ചിക്കറിയും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്കമാലിമാങ്ങ കറിയുടെ വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല. മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ 3 കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷോയ്ക്ക് ഒരു ആഡംബരത്തിനൊക്കെ ആയിട്ട് നമുക്ക് 2 വേപ്പിലയുടെ തണ്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നിരത്തി വയ്ക്കാം.
പിന്നെന്താ നമ്മുടെ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാനായിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ ഫിഷൊക്കെ ഒന്ന് ഉപ്പും മുളകൊക്കെ പറ്റി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം. അങ്ങനെ എന്താ മീൻ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറക്കാനായിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. ഇന്ന് നമ്മൾ വയ്ക്കില്ല കേട്ടോ. ഇന്ന് നമ്മൾ മീൻ വറക്കില്ല, നാളെ വറക്കാനാണ്. അതുകൊണ്ട് ഇതൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഉപ്പ് മുളക് പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചോളൂല്ലോ. അതുകൊണ്ട് ഇതൊക്കെ പുരട്ടി അത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഐസ് കട്ടിയായിട്ടിരിക്കില്ല, നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വറക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് നാളത്തേക്കുള്ളതൊക്കെ റെഡിയാക്കി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഇതാ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ പിന്നെ അച്ചിങ്ങയും കായയും കൂടി നാടൻ അച്ചിങ്ങയാണ് കേട്ടോ. നാടൻ അച്ചിങ്ങയും കായയും കൂടി നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി നന്നാക്കിയതും സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കി എല്ലാം ടിന്നുകളിലും കവറുകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അവിയലിനുള്ള കഷ്ണം നന്നാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇനി കുറച്ച് തേങ്ങയും കൂടി ചിരകി എടുക്കാനുണ്ട്. അവിയലിനുള്ള തേങ്ങയും പിന്നെന്താ പായസത്തിനുള്ള തേങ്ങയും കൂടിയാണ് ചിരണ്ടി എടുക്കാനുള്ളത്. അപ്പോൾ പായസം ഗോതമ്പ് പായസം സേമിയ പായസം വയ്ക്കുന്നുണ്ട്. അപ്പൂന് ഗോതമ്പ് പായസം വേണ്ടാന്ന് പറഞ്ഞിട്ട് സേമിയ പായസം മതി എന്ന് പറഞ്ഞിട്ട് അവന് സേമിയ പായസം ഗോതമ്പ് പായസമാണ് നാളെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് തേങ്ങയും കൂടി ചിരകി എടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനും ചേട്ടനും എന്താ തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പം ഞങ്ങൾ 5 തേങ്ങയാണ് എടുത്തത്. അപ്പോൾ 10 മുറിയുണ്ട്. 5 മുറി ഞാൻ ചിരണ്ടി 5 മുറി ചേട്ടൻ ചിരണ്ടി, അങ്ങനെയാണ് തേങ്ങ ചിരകി എടുത്തത്. നമ്മൾ മൊത്തത്തിൽ ചിരകുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരെണ്ണം ഞാൻ ചിരണ്ടി കഴിഞ്ഞിട്ട് അടുത്ത ചേട്ടൻ ചിരണ്ടും, അത് കഴിഞ്ഞിട്ട് ഞാൻ ചിരണ്ടും, അങ്ങനെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്ര ഭാരം തോന്നിയില്ല. അങ്ങനെ തേങ്ങയും കൂടി ചിരകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പടക്കമൊക്കെ പൊട്ടിക്കണം, പിന്നെ കണിയൊക്കെ ഒരുക്കണം. അപ്പോൾ നാളെ വിഷു ആയിട്ട് രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ സെറ്റ് സാരി എടുത്തിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അതിലൊരു കൃഷ്ണൻ്റെ പടമൊക്കെ വരച്ച് അടിപൊളിയാക്കിയിട്ട് ആ സാരി എടുക്കാമെന്ന് കരുതി. നാളെ വിഷു ഒക്കെ ആണല്ലോ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കൃഷ്ണൻ്റെ പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരാഴ്ചയോളമായി ഞാൻ ഈ ഒരു കൃഷ്ണൻ്റെ പടം വരച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പെയിൻറ് ചെയ്യുന്നത്. എനിക്കതുകൊണ്ട് അതിൻ്റേതായ അപാകതകളൊക്കെ ഇതിൽ കാണും. ഞാൻ ആദ്യമായിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണേ. അങ്ങനെ
പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതാ കണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും ചേട്ടനും അച്ഛനും അപ്പും ഒക്കെ എല്ലാവരും കൂടിയാണ് കണി ഒരുക്കുന്നത്. അപ്പോൾ കണിയൊക്കെ വേഗം ഒരുക്കിയിട്ട് വേണം നമുക്ക് കിടന്ന് ഉറങ്ങണം. നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണി ഒരുക്കിയാലോ? അങ്ങനെ വിഷുവിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ കണിയെല്ലാം കണ്ടു. അതിനുശേഷം കൈനീട്ടമൊക്കെ കിട്ടി. പിന്നെ ദാ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഞാനും അക്കും ചേട്ടനും കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി കാണാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേക്കും അമ്മയും അച്ഛനും കൂടി പായസമൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ അച്ചിങ്ങയും കായയും കൂടി ഉപ്പേരി വയ്ക്കാനായിട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് കറികളൊക്കെ കൂടി ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഉണ്ടാക്കാം. അപ്പോഴേക്കും ഇതാ അച്ഛൻ പൈനാപ്പിൾ കറി, മധുരക്കറിയില്ലേ, പൈനാപ്പിൾ പച്ചടി എന്നാണോ കിച്ചടി എന്താ പറയണതെന്ന് എനിക്കറിയില്ല, പൈനാപ്പിൾ മധുരക്കറി, മുന്തിരിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്, ആ ഒരു കറി വയ്ക്കാനായിട്ട് ഇതാ പൈനാപ്പിൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൈനാപ്പിൾ കറി നമ്മുടെ ഒരു പ്ലാനിങ്ങിൽ ഇല്ലാത്ത കറിയായിരുന്നു, പെട്ടെന്ന് വന്നൊരു കറിയാണ് കേട്ടോ. അങ്ങനെ അച്ചിങ്ങക്കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മീൻ വറുക്കാനായിട്ട് പോവാണ്. അപ്പോൾ മീനൊക്കെ പെട്ടെന്ന് വറുത്ത് കഴിഞ്ഞിട്ട് ഇതാ പൈനാപ്പിൾ കറി വെക്കണം. അത് അച്ഛനാണ് വെക്കുന്നത്, എനിക്കറിയാൻ പാടില്ല കേട്ടോ പൈനാപ്പിൾ കറി എങ്ങനെ വെക്കുന്നതെന്ന്. അതിപ്പോൾ നമുക്ക് വേഗം മീനൊക്കെ വറുത്തെടുത്തിട്ട് ഈ അടുപ്പ് അച്ഛന് ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് വേഗം മീൻ വറുത്തെടുക്കാം. അപ്പം മീനൊക്കെ വറുത്ത് കഴിഞ്ഞു. പൈനാപ്പിൾ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പൈനാപ്പിൾ കറിയിൽ കറുത്ത മുന്തിരിയാണ് ഇടുന്നത്. അപ്പം നമ്മൾ കറുത്ത മുന്തിരി ഈ ഒരു കറി പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കറുത്ത മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കണി വയ്ക്കാനായിട്ട് പച്ചമുന്തിരിയാണ് വാങ്ങിയത്. അപ്പോൾ ആ ഒരു മുന്തിരി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു കറി. എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമുള്ള കറി ആയതുകൊണ്ട് ഇപ്പോൾ പച്ചയാണോ കറുപ്പയാണോ എന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ പൈനാപ്പിൾ കറിയും മീൻ വറുത്തതും അച്ചിങ്ങ ഉപ്പേരിയും അവിയലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അലക്കാനിട്ടിരുന്നതൊക്കെ വിരിച്ചിടാനായിട്ട് വന്നേക്കാണ്. എനിക്ക് വിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വേഗം വിരിച്ചിട്ടിട്ട് വേഗം അടുത്ത പണിയിലേക്ക് പോവുകയാണ്. മാങ്ങാച്ചാർ ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ മാങ്ങ ഉപ്പൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ വഴറ്റൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ മുളകും പച്ചമുളകും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഈ സദ്യക്കൊക്കെ കിട്ടുന്ന അച്ചാറില്ലേ ആ ഒരു രീതിയിൽ ആണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അടുക്കളയിൽ കിടന്ന് തല കുത്തി കിടന്ന് പണിയെടുത്തപ്പോൾ ഇവിടെ ഒരാൾ ഇരുന്ന് വിഷുവിൻ്റെ അന്ന് ലേസും തിന്ന് വിഷു കൈനീട്ടും കിട്ടിയ പൈസ അപ്പം തന്നെ കടയിൽ കൊണ്ട് കൊടുത്ത് ലേസ് വാങ്ങി വീഡിയോയും കണ്ടിരുന്ന് ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചെന്ന് വീഡിയോ എടുത്ത് പോകാൻ പറയുകയാണ്, ഞാൻ പണിയെടുക്കാൻ പറഞ്ഞാൽ പോകാൻ പറയുകയാണ്. അവൻ പവർ ടീമാണ്, ബിഗ് ബോസ് കണ്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്. അവൻ പവർ ടീമാന്ന് പറഞ്ഞിട്ട് ഒരു പണിയില്ലാണ്ട് നിങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കലാണ് എൻ്റെ പണി എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഞാൻ അവനൊരു പണി കൊടുത്തു, സവാള നന്നാക്കാനായിട്ട് കൊടുത്തു. നമ്മൾ സവാള ഇന്നലെ നന്നാക്കി വച്ചില്ലായിരുന്നു. ചിക്കനൊക്കെ ആയിട്ട് ചിക്കനും ഉള്ള സവാള ഇന്നാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു പണി അവന് കൊടുത്തു. അതാണ് അവൻ ഈ കണ്ണടം വെച്ചിരുന്നിട്ട് സവാള തൊണ്ട് പൊളിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവൻ കണ്ടിട്ടില്ല. പിന്നെ ഈ തവണത്തെ വിഷുവിന് എനിക്കൊരു പ്രത്യേക സന്തോഷം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ വിഷു ആവാനായിട്ട്. കാരണം ഞാനൊരു എന്താ പറയുക ചോറ് പ്രേമിയാണ്, എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, അപ്പം ഞാൻ ഒരു 3 മാസം എൻ്റെ മുൻപത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഞാനൊരു 3 മാസത്തോളം കാലമായി നമ്മുടെ അരി ഭക്ഷണം തീർത്ത് ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി വിഷുവിന് നമുക്ക് അടിച്ച് പൊളിച്ച് എന്താ പറയുക സദ്യ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോ ആയിരുന്നു. ഇപ്പം ഞാനത് 69ലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 70 കിലോ ആണ് പാടുള്ളൂ, 80 ഇപ്പം അത് ഞാൻ 69ലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ പട്ടിണി കിടന്ന് മീൻസ് അരി ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് കിടന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വിഷു ആകുമ്പോൾ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്താ സന്തോഷം എന്നറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമായിട്ട് സംഭവിച്ചു. എന്താണെന്ന്
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊക്കെ കറികൾ എനിക്ക് പൊതുവെ ഇറച്ചി കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല ചോറ്. എനിക്കിങ്ങനെ പച്ചക്കറികൾ കൂട്ടി അവിയലും സാമ്പാർ അതൊക്കെ കൂട്ടി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. മീൻ വറുത്തത് ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇറച്ചിയേക്കാളും കൂടുതൽ ഇഷ്ടം പച്ചക്കറിയെല്ലാം കൂട്ടി കഴിക്കാനാണ്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ചോറ് കൊണ്ടുവച്ചപ്പോൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയറ് ഫുള്ളായോണം തോന്നി. അതുകൊണ്ട് എനിക്കിതൊന്നും കഴിക്കാൻ പറ്റി. ആർത്തി മാത്രമേ ഉണ്ടായുള്ളൂ. കണ്ണി കൊള്ളും വയറ്റി കൊള്ളില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ എല്ലാം എൻ്റെ ഇലയിലേക്ക് എടുത്ത് വെച്ചു. പക്ഷെ എനിക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. എനിക്കത് ഭയങ്കര ഒരു വിഷമായി പോയി. അപ്പം നമ്മുടെ പവർ ടൈം അംഗമായ അക്കുവിന് പപ്പടം മറക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ പപ്പടം മറക്കാനായിട്ട് വന്നേക്കാണ്. അപ്പം ഞാൻ ഓർമ്മ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അവൻ അറിയാം ദാ ഇങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ വലിയ വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൈ കൊള്ളാതൊക്കെ ഇടാൻ പറഞ്ഞിട്ട് അവൻ അറിയാം, അവൻ മുമ്പ് വറുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേ, അവൻ വറുക്കട്ടെ, ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുഴപ്പമില്ല, അവൻ ശ്രദ്ധിച്ച് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചോറും കറികളും പായസവും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം 11 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളെല്ലാം റെഡിയാക്കി. കാരണം ഇന്നലെ നമ്മളെല്ലാം റെഡിയാക്കി ഓൾമോസ്റ്റ് എല്ലാം അരിഞ്ഞൊക്കെ വച്ചായിരുന്നല്ലോ. ഇന്ന് പാചകം ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പോൾ ഒത്തുപിടിച്ച മലയും പോരും എന്ന് പറയുന്നത് പോലെ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും തന്നെ ബോറടി ഇല്ലാതെ നല്ല സന്തോഷമായിട്ട് കുക്ക് ചെയ്യാനും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് നമ്മുടെ കറികളെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് പായസം, സേമിയ പായസം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. പിന്നെ പന്നി ഫ്രൈ ഉണ്ട്, സാമ്പാർ, അവിയൽ, പിന്നെ ഇത് നമ്മുടെ മീൻ കറി, അച്ചിങ്ങക്കായ, ചിക്കൻ ഫ്രൈ, രസമുണ്ട്, പിന്നെ ഇതാ പഴം, പപ്പടം, പിന്നെ അങ്കമാലി മാങ്ങാക്കറി, പിന്നെ ഇതാ നല്ല ഫ്രഷ് മാങ്ങാച്ചാറ്, പിന്നെ ഇത് നമ്മുടെ സേമിയ പായസം, ഇഞ്ചിക്കറി, പിന്നെ മീൻ വറുത്തത്, സിലോപ്പി മീനായിരുന്നു കേട്ടോ മീൻ വറുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികളെന്ന് പറയുന്നത്. 13 കൂട്ടം കറികളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വിഷു സദ്യക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ അത് അച്ഛനും അക്കും ആദ്യം തന്നെ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിളമ്പി കൊടുത്തു. അപ്പോൾ അക്കു പറഞ്ഞു അക്കുവിൻ്റെ ഇലയിൽ ഫുൾ കറികളൊക്കെ നിരത്തിയിട്ടുള്ള വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ ഇലയിലേക്ക് ഫുൾ കറികളൊക്കെ വിളമ്പിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നലെ തൊട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടുകളാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഇന്നത്തെയും കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ ഇതിൽ മറന്നു പോവാണ്. നമ്മുടെ കറികൾക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കൂടി വിഷു സദ്യ ഒരുക്കി എന്ന് വേണം പറയാൻ. പിന്നെന്താ ഞങ്ങൾ ഇനി കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അക്കു ഫുൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ പായസവും നമ്മുടെ ഗോതമ്പ് പായസവും എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അവൻ്റെ വിഷു സദ്യ അവൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടിയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി വിഷു.